ദൈവം നേരിട്ട് തെരഞ്ഞെടുത്ത് സംരക്ഷിച്ചിരുന്നവരാണ് യഹൂദർ എന്നാണ് അവരെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നത്. അന്നു മുതലേ ലോകം അവർക്കെതിരായിരുന്നു. പിന്നീട് ദൈവത്തോട് മറുതലിച്ചതോടെ ദൈവം അവരെ വിവിധ അധിനിവേശങ്ങൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കപ്പെട്ടു. ആധുനിക കാലത്ത് യഹൂദർക്കായി വൻ ശക്തികൾ മുൻകൈയെടുത്ത് നവീകരിച്ച് സൃഷ്ടിക്കപ്പെട്ട ഇസ്രായേൽ രൂപീകൃതമായതാണ് പുതിയ കാലത്തെ യഹൂദ വിരോധത്തിന്റെ കാരണം. ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ടതോടെ കുടിയിറങ്ങേണ്ടി വന്നവരെന്ന ആനുകൂല്യത്തോടെ വിവിധ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്നവരുടെ കേന്ദ്രമായി മാറുകയായിരുന്നു പാലസ്തീൻ. 7 പതിറ്റാണ്ടുകളായി ലോകവേദിയിൽ യുദ്ധത്തിന്റെയും അശാന്തിയുടെയും പ്രതീകമായി നിലനിൽക്കുന്ന പാലസ്തീൻ എന്ന സംഘർഷഭൂമിയിൽ നിന്ന് സ്വന്തം ജനതയുടെ സമകാലിക ജീവിതത്തിന്റെ നേർക്കാഴ്ച അവതരിപ്പിക്കുന്ന ഹാനി അബു അസാദിന്റെ പാരഡൈസ് നൗ എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ലോകത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. മതവും രാഷ്ട്രീയവും വംശീയതയും ചരിത്ര സാഹചര്യങ്ങളും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് വാർത്തകളിൽ കൂടി മാത്രം നാം അറിയുന്ന ചാവേർ സ്ഫോടനങ്ങളുടെ പിന്നാമ്പുറത്തു കൂടിയാണ് സംവിധായകൻ സഞ്ചരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയ പക്ഷപാതവും വംശീയ മുൻവിധികളും മാറ്റിവെച്ച് ഇതിനെ ഒരു മാനുഷിക ദുരന്തമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കഥയാക്കി മാറ്റിയിരിക്കുന്നു പാരഡൈസ് നൗ. ഭീകര പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന മരണ സംസ്കാരത്തിന്റെ സങ്കീർണത നാം കാണുന്നു. ഹിംസ പരിഹാരമല്ല, പ്രശ്നമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സിനിമ. ലളിതമായ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് മാനുഷിക ദുരന്തങ്ങളെ വളർത്താനല്ലാതെ ശമിപ്പിക്കാൻ കഴിവില്ല എന്ന തിരിച്ചറിവ് ഈ ചിത്രം സമ്മാനിക്കുന്നു. പലസ്തീൻ ജനതയുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഇസ്രായേലിന്റെ ഉന്മൂലനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയുടെ ചാവേറുകളാകാൻ അപ്രതീക്ഷിതമായി നിയോഗിക്കപ്പെടുകയാണ് പലസ്തീനി യുവാക്കളായ ഖാലിദും സയ്യിദും. നബ്ലൂസിൽ ഒരു കാർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കുകളായി ദുരന്ത ജീവിതം നയിക്കുന്ന 2 കൂട്ടുകാർ. സയ്യിദിന്റെ പിതാവ് തന്റെ നിവൃത്തികേട് മൂലം ഇസ്രായേലികളുടെ സഹായിയായി പ്രവർത്തിച്ച് ഒരു ഒറ്റുകാരൻ എന്ന ദുഷ്പേരുമായാണ് കൊല്ലപ്പെട്ടത്. ഖാലിദിന്റെ പിതാവാകട്ടെ ഒരു പാലസ്തീനി പോരാട്ടക്കാരനും. അധിനിവേശ ശക്തിയെ തുരത്താൻ തങ്ങൾക്ക് സ്വന്തം ശരീരം മാത്രമേയുള്ളൂ എന്ന് ഇവർ കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് അബൂകാരൻ എന്ന ഭീകര നേതാവും സഹായി ജമാലും കൂടി ഖാലിദിനെയും സയ്യിദിനെയും ടെല്ലവീവിൽ ചാവേർ സ്ഫോടനത്തിന് നിയോഗിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ പിറ്റേ ദിവസം 15 മിനിറ്റ് ഇടവിട്ട് 2 പേരും സ്ഫോടനം നടത്തണം. പരമാവധി ജീവനുകൾ എടുക്കാനാണിത്. രഹസ്യ താവളത്തിൽ വെച്ച് 2 പേർക്കും സംഘടനാ നേതാക്കൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. സ്ഥിരം ചെയ്യാറുള്ളതുപോലെ അവരുടെ അന്ത്യ സന്ദേശം വീഡിയോ ക്ലിപ്പുകളാക്കി വെച്ചു. ചാവേറുകളെ വീരനായകരായി വാഴ്ത്തുന്ന ഒരു സമൂഹത്തിന് ഇത് പ്രചോദനത്തിനുള്ള ഉപകരണമാണ്. ഇത്തരം വീഡിയോ ക്ലിപ്പുകൾ വിൽക്കുന്ന കച്ചവടക്കാരനെയും ചിത്രത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ശരീരത്തിൽ ബോംബ് വിദഗ്ധൻ അത് ഫിറ്റ് ചെയ്തു കൊടുക്കുമ്പോൾ സയ്യിദ് ചോദിക്കുന്നു, പൊട്ടിത്തെറിക്കുമ്പോൾ എന്തു സംഭവിക്കും? ഉടൻ മറുപടി, 2 മാലാഖമാർ വന്ന് നിന്നെ എടുക്കും. ബോംബ് ശരീരത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താക്കോൽ കയ്യിലുള്ള ആളിനു മാത്രമേ അത് പൊട്ടിത്തെറിക്കാതെ ഊരെടുക്കുവാൻ പറ്റുകയുള്ളൂ. മുടിവെട്ടി താടി വടിച്ച് സ്യൂട്ടണിഞ്ഞ് ഇസ്രായേലികളെ പോലെ നടിച്ച് 2 പേരും പുറപ്പെടുകയായി. ഇസ്രായേൽ അതിർത്തിയിൽ കൂടി ഒളിച്ചു കടക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ 2 പേരും 2 വഴിയിലായി. ഖാലിദ് തിരികെ പോന്നപ്പോൾ ഭീകര നേതാവിന് സംശയമായി. സയ്യിദ് ഒറ്റുകാരനായി മാറിയോ? ഖാലിദും സയ്യിദിനെ അന്വേഷിച്ചലയുന്നുണ്ട്. സയ്യിദ് തന്റെ ദൗത്യത്തിൽ ഉറച്ചു തന്നെയാണെന്ന് പിന്നീട് അവർ മനസ്സിലാക്കി. തന്റെ പിതാവ് വരുത്തിയ വഞ്ചകൻ എന്ന ദുഷ്പേര് മാറ്റാൻ കൂടിയാണ് അയാൾ സ്വയം വധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചാവേർ മരണമാണ് തന്റെ ജീവിതം അർത്ഥമുള്ളതാക്കുന്നതെന്ന് അയാൾ കരുതുന്നു. എന്നാൽ തിരികെ താവളത്തിലെത്തിയ 2 പേരും പ്രസ്ഥാനത്തോട് കൂറുള്ളവരാണെന്ന് തെളിയിക്കേണ്ടി വരുന്നു. ഖാലിദ് പക്ഷേ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇവിടെ ജീവിതത്തിലേക്ക് മടങ്ങാൻ പ്രേരകമാകുന്നത് അമ്മയും സയ്യിദിന്റെ കാമുകി സുഹയുമാണ്. സുഹയും സയ്യിദുമായി നടക്കുന്ന സംഭാഷണത്തിൽ അവൾ ഭീകരതയ്ക്ക് എതിരാണെന്ന് വ്യക്തമാകുന്നു. രക്തസാക്ഷിയായ തന്റെ പിതാവിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ജീവനോടെയിരിക്കുന്ന അച്ഛനെയാണ് തനിക്ക് വേണ്ടതെന്ന്. ചാവേറാക്രമണം പ്രശ്നപരിഹാരമല്ല എന്ന നിലപാട് സയ്യിദിനെ പ്രകോപിപ്പിക്കുന്നു. ഖാലിദിന്റെ പ്രേരണയും ഈ വഴിക്കാണ്. ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിക്കാൻ ഉറച്ച് ഒരു യാത്രാ ബസ്സിൽ കയറാൻ പോകുന്ന സയ്യിദ് അതിനുള്ളിൽ ഒരു പിഞ്ചുകുട്ടിയെ കണ്ട് പിൻവാങ്ങുന്നു. അയാളിലെ ആർദ്രഭാവം നഷ്ടമായിട്ടില്ല എന്നാണ് സൂചന. പക്ഷേ സുഹയുടെയും കൂട്ടാളിയായ ഖാലിദിന്റെയും പ്രേരണയ്ക്കപ്പുറം സയ്യിദിന് ഇതൊരു അഭിമാന പ്രശ്നമാണ്. അപ്രകാരം അയാൾ വിനാശകരമായ ഒരു ജീവിത സമീപനത്തിന്റെയും രാഷ്ട്രീയ പകയുടെയും ഇരയായിത്തീരുന്നു. മറ്റനേകം യുവാക്കളെ പോലെ ഒടുവിൽ തന്റെ സ്നേഹിതനോട് യോജിക്കുന്നുവെന്ന് നടിച്ച് അയാളുടെ കാറിൽ നിന്നിറങ്ങിയ സയ്യിദ്
ഇസ്രായേലി സൈനികരും സാധാരണക്കാരും സഞ്ചരിക്കുന്ന ഒരു ബസിനുള്ളിലേക്ക് കയറി ഇരിപ്പുറപ്പിക്കുന്നതോടെ ഇനി സംഭവിക്കുവാനുള്ളത് പ്രേക്ഷകന്റെ ഭാവനയ്ക്ക് വിട്ടുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.